വയനാട് ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാത പദ്ധതിയുടെ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിൽ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം 2 പേർ മരണപ്പെട്ടതായും നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും സംശയിക്കുന്നു. വാഹനങ്ങൾ ഉൾപ്പെടെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലാണ് നിർമ്മാണ മേഖല പൂർണ്ണമായും മണ്ണിനടിയിലാകാൻ കാരണമായത്. അപകടം നടന്ന സമയത്ത് നിരവധി തൊഴിലാളികളും വാഹനങ്ങളും സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് വിവരം. മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിൽ നിർമ്മാണ മേഖലയിലെ വലിയൊരു ഭാഗം തകർന്നു വീഴുകയും അവിടെ ജോലി ചെയ്തിരുന്നവരെ മണ്ണ് മൂടുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം അതിവേഗം ആരംഭിച്ചിട്ടുണ്ട്. അഗ്നിസുരക്ഷാ സേന, പോലീസ്, ദുരന്ത നിവാരണ സേന, ആരോഗ്യ വകുപ്പ്, മറ്റ് അടിയന്തര സേവന വിഭാഗങ്ങൾ എന്നിവർ സ്ഥലത്ത് സംയുക്തമായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണ് നീക്കം ചെയ്യുന്നതിനായി JCB ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രാഥമിക വിവരമനുസരിച്ച് 5 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം 2 പേർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനാൽ മരണസംഖ്യയിലും പരിക്കേറ്റവരുടെ എണ്ണത്തിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. മണ്ണിനടിയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ തൊഴിലാളികൾക്കൊപ്പം യാത്രക്കാരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നതും പരിശോധിച്ചു വരികയാണ്. പ്രദേശം പൂർണ്ണമായും സുരക്ഷാ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. അനാവശ്യമായി ആളുകൾ സ്ഥലത്തേക്ക് എത്തുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിന് പിന്നിലെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സമീപകാല മഴ, മണ്ണിന്റെ ബലക്കുറവ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ചു വരികയാണ്. വിദഗ്ധ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് വിവരം. സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും എത്രയും വേഗം സുരക്ഷിതമായി പുറത്തെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. വയനാട്ടിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ വിവരവും അതീവ ആശങ്കയോടെയാണ് കേരളം മുഴുവൻ നിരീക്ഷിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ കൂടുതൽ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തുവരും. ഏറ്റവും പുതിയ സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമേ വിശ്വസിക്കാനാവൂ. ഈ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരുടെയും സുരക്ഷയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.